നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡൻ ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ വീണ്ടും എൻ പ്രശാന്ത് IASന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അടിമക്കണ്ണാകാൻ താൻ ഇല്ലെന്നും തെറ്റ് ചെയ്തെങ്കിലേ വിധേയനാകേണ്ടതുള്ളൂവെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. വകുപ്പ് തല നടപടിയിൽ വിശദീകരണം നൽകുന്നതിന് എൻ പ്രശാന്ത് മുന്നോട്ട് വെച്ചത് നേരത്തെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ തള്ളിയിരുന്നു. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, അസാധാരണമായിട്ടുള്ള നീക്കം തന്നെയാണ് എൻ പ്രശാന്ത് IASന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പുതിയൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ എൻ പ്രശാന്ത് IAS വീണ്ടും ഒളിയമ്പുമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇറക്കിയിരിക്കുകയാണ്. അതായത് നിരവധി തവണ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അധിക്ഷേപിച്ചെന്ന പേരിലാണ് ഇപ്പോൾ ആരോപണത്തിന്റെ പേരിൽ സസ്പെൻഷൻ നേരിട്ടിരിക്കുന്നത്. എൻ പ്രശാന്ത് IASന് സസ്പെൻഷൻ നടപടിയുമായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഹിയറിംഗ് അടക്കം വിളിക്കാനായി തീരുമാനമായത്. മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. അതിനുശേഷം ഹിയറിംഗിന് വിളിക്കുമ്പോൾ പോലും അവിടെയും ഓരോ ഡിമാൻഡുകൾ മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യമാണ് എൻ പ്രശാന്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉയർന്നിരിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ പറയുമ്പോൾ അടിമക്കണ്ണാകാൻ താനില്ലെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ വിധേയനാകുകയാണെങ്കിൽ താൻ തെറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ വിധേയനാകേണ്ട ആവശ്യമില്ല എന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത്. ഡാൻസും പാട്ടും തനിക്ക് അറിയില്ല എന്ന് പരിഹസിക്കുന്ന രീതിയിലും ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഗോഡ് ഫാദർ ഇല്ലാത്ത, വരവിൽ കവിഞ്ഞ സമ്പാദ്യമില്ലാത്ത, പീഡോഫീലിയ കേസുകളില്ലാത്ത ആളാണ് താനെന്ന ഒളിയമ്പ് കുറിപ്പിലുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ നേരത്തെയും, അതായത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകനെതിരെയും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ചും ഉയർന്ന മേധാവികൾക്കെതിരെയൊക്കെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആളാണ്. അദ്ദേഹമാണ് ഇപ്പോൾ പുതിയ ഒരു പോസ്റ്റിലൂടെ തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഇത് വീണ്ടും ഒരു IAS പോരിനുള്ള പ്രശ്നങ്ങളിലേക്ക് കടക്കുകയാണ്. എൻ പ്രശാന്ത് ഒരിക്കലും മാറി നിൽക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു പരിഹാരം കണ്ടെത്തേണ്ട സാഹചര്യത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളത് വളരെ തെളിവോടെയാണ് ഈ പോസ്റ്റിൽ നിന്ന് കാണുന്നത്. വീണ്ടും വാശിയോടെ തന്നെയാണ് എൻ പ്രശാന്ത് തുടരുന്നത്. ശരി വിഷ്ണു. തൊടുപുഴ ബിജു കൊലപാതക കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പ്രവിത്താനം സ്വദേശി ബിനാണ് അറസ്റ്റിലായത്. ഇയാൾ ജോമോന്റെ ബന്ധുവും ബിസിനസ് സഹായിയുമാണ്. കൊലപാതകത്തിൽ